പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് വീണ്ടും ധ്യാനിക്കാം. കർത്താവ് പറഞ്ഞ അനുസരണമില്ലായ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ. പ്രിയ സഹോദരങ്ങളെ, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് അരുളി ചെയ്തു കർത്താവ്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-10 തിരുവചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവരുടെ അടിത്തറ ഇളക്കുമെന്ന്. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും. പ്രിയ സഹോദരങ്ങളെ, പിതാവ് ഒരു മക്കളെ അനുഗ്രഹിക്കണമെങ്കിൽ പിതാവ് പറയുന്നത് അനുസരിക്കുന്ന വ്യക്തിയായി മാറണം. പിതാവ് തൻ്റെ മക്കളോട് പറയുന്നത് മക്കൾ അനുസരിക്കുമ്പോഴാണ് ആ മക്കളുടെ ജീവിതത്തിലേക്ക് പിതാവിൻ്റെ അനുഗ്രഹം ഒഴുകിയെത്തുന്നത്. എന്നാൽ മക്കൾ അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം പോയാൽ അത് അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായി മാറും. അത് അവൻ്റെ ജീവിതം ശാപകരമായ അവസ്ഥയിലേക്ക് വരും. ഒരു കൊച്ചു ഉദാഹരണം നമുക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് തന്നെ എടുക്കാം. ധൂർത്തപുത്രൻ്റെ ഉപമയുമായി നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്താൽ, പിതാവിൻ്റെ അടുത്ത് നിന്ന് സുഖസുന്ദരമായ ജീവിതം നയിച്ച മകൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് തൻ്റെ ഓഹരിയും വാങ്ങിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോകുന്ന ഒരു മകൻ്റെ ചിത്രം നമുക്ക് ധൂർത്തപുത്രൻ്റെ ഉപമയിൽ കാണാൻ പറ്റും. ധൂർത്തപുത്രൻ പിതാവിൽ നിന്നും അവൻ്റെ അവകാശം അതല്ലെങ്കിൽ അവന് വേണ്ടപ്പെട്ടതെല്ലാം വാങ്ങിച്ചു, ഓഹരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് അവൻ പോയത്. ഈ ലോകത്തിൻ്റെ സുഖപ്പെട്ട് ജീവിക്കുവാൻ പോയപ്പോൾ ആ പിതാവിൻ്റെ ഹൃദയം ദുഃഖിച്ചു, വേദനിച്ചു എന്നതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ അവൻ പോയി കഴിഞ്ഞപ്പോൾ അവൻ എന്താ സംഭവിക്കുന്നത്? അവൻ പാപികളുടെ കൂടി തിന്മയിൽ കൂടി അവൻ ജീവിച്ച് തനിക്കുണ്ടായിരുന്നതെല്ലാം ധൂർത്തടിച്ച് നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും നമ്മൾ ആത്മപരിശോധന ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നടക്കുന്ന സകലവിധ വെറിക്കുത്തുകളുടെയും പിന്നാലെ അവൻ പോയിരുന്നു. മദ്യപാനത്തിനും വ്യഭിചാരത്തിനും അഭീതബന്ധത്തിനും മറ്റു പല തിന്മകൾക്കും പോയി ചീട്ടുകളിയായി ഇതായി സകല പരിപാടി നടത്തി അപ്പൻ്റെ സ്വത്ത് മുഴുവനും നശിപ്പിച്ച് നാമാവശേഷമാക്കിയപ്പോൾ അവൻ സാത്താൻ്റെ അടിമയായി മാറി. പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ, പിതാവിൻ്റെ ദൈവിക സംവിധാനത്തിൻ്റെ പുറത്തു പോയപ്പോൾ തന്നെ അവൻ പിശാചിൻ്റെ സംവിധാനത്തിലേക്കാണ് പ്രിയ സഹോദരങ്ങളെ പോയത്. റോമാലേഖനം 13:1 തന്നെ നമുക്ക് ആ മേഖലയിൽ തന്നെ ഇത് ചിന്തിക്കാം. ദൈവത്തിൻ്റെ അധികാരത്തിൽ നിന്നും പുറത്തു പോയപ്പോൾ, പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും പുറത്തു പോയപ്പോൾ അവൻ പിശാചിൻ്റെ സംവിധാനത്തിലേക്ക് പോയി. പിശാചിൻ്റെ സംവിധാനത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താ? അവൻ വേശ്യകളുടെ കൂടെ പോകുന്നു, മദ്യപിച്ച് സ്വത്തെല്ലാം ധൂർത്തടിച്ച് നശിപ്പിക്കുന്നു. വേശ്യകളുടെ കൂടെ പോയി എന്ന് പറയാൻ കാരണം, ചേട്ടൻ പുത്രൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അവനെല്ലാം കൊണ്ടുപോയി, സകലതും കൊണ്ടുപോയി വേശ്യകളുടെ കൂടി ധൂർത്തടിച്ച് നശിപ്പിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി വലിയ കൊഴുത്ത കാളക്കുട്ടിയെ വെട്ടിയെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിന് അനുരൂപരായി സുഖജീവിതം നയിച്ച് സഞ്ചരിച്ച അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കുക. അവസാനം നരകതുല്യമായി അവൻ പന്നിക്കുഴിയിൽ പോയി വീണു. പലരുടെയും മുമ്പിൽ ജോലിക്ക് വേണ്ടി കൈനീട്ടി ജോലി കിട്ടിയില്ല. അവസാനം അവൻ പന്നിക്കൂട്ടിൽ പോയി വീണ് പന്നിയുടെ കൂടെ കിടന്ന്, അതായത് പിശാചിൻ്റെ ആവാസകേന്ദ്രം തന്നെയാകുന്ന പന്നി, ലഗ്യോൻ കയറിയ പന്നിയുടെ കൂടെയാണ് അവൻ പോയി കിടന്നത്. അവനും പിശാചിൻ്റെ അടിമയായി അവിടെ കിടന്നു. എന്നാൽ അവിടെ നിന്ന് കിടന്നുകൊണ്ട് അവൻ പിതാവിനെ നോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്.
എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വേലക്കാർ സുഖസുന്ദരമായി ജീവിതം നയിക്കുന്നു, ഞാനോ ഇവിടെ കിടന്ന് നരകയാതന അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടുന്ന് പിതാവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ആ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കാല് വെച്ചപ്പോൾ തന്നെ അവനിൽ നിന്നും പൈശാചിക ശക്തികൾ പുറത്തു പോകുന്നു. തിരിച്ചു കയറി അവിടുന്ന് പോന്നപ്പോൾ തന്നെ അവൻ പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് അവൻ മോചനം പ്രാപിക്കുന്നു. അവൻ വീട്ടിലേക്ക് വന്നപ്പോൾ അവൻ്റെ സകല കുറവോടും കൂടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഓമനിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ പിതാവിൻ്റെ, അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. ക്രിസ്തുവിൻ്റെ സ്നേഹം അവൻ്റെ സകല കുറവുകളോടും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവനെ സ്നേഹിക്കുന്ന ഒരപ്പൻ. അതുപോലെ തന്നെ അവനെ കുളിപ്പിച്ച് അവനിലുണ്ടായിരുന്ന അഴുക്കെല്ലാം കളഞ്ഞ് അവനെ വിശുദ്ധീകരിച്ച് അവനെ സ്വന്തമാക്കി ഒരു തിളങ്ങുന്ന മുത്താക്കി അവനെ മാറ്റുന്ന ഒരു പിതാവ്. നഷ്ടപ്പെട്ടു പോയ മേഖലയിൽ അവന് അംഗീകാര മുദ്ര കൊടുത്തുകൊണ്ടൊരു രാജകുമാരനായി തന്നെ അവനെ സ്വീകരിക്കുന്ന ഒരു പിതാവ്. ഇതാണ് പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുവാൻ കാരണം. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കണമെങ്കിൽ പിതാവിനെ ബഹുമാനിക്കണം. ഒന്ന്, പിതാവ് പറയുന്നത് അനുസരിക്കണം. തന്നിഷ്ടപ്രകാരമുള്ള ജീവിതമൊന്ന് മാറ്റിവെക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തിരുസഭയിലെയും കുടുംബത്തിലെയും പിതാക്കന്മാരെയൊക്കെ അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരമൊക്കെ ജീവിച്ചു പോയ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ തകർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. പലപ്പോഴും പലരും ഇന്ന് പന്നിക്കുട്ടി കിടക്കുന്നതിൻ്റെയും പല തിന്മകൾക്കും അടിമപ്പെട്ട് പന്നിക്കുട്ടിൽ കിടക്കുന്നതിനും പല ദുശീലങ്ങൾക്കും ദുസ്വഭാവങ്ങൾക്കും അടിമപ്പെട്ട് പന്നിക്കുട്ടിൽ കിടക്കുന്നതിൻ്റെയും കാരണം അതാണ്. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ എന്നെ അനുസരിച്ചാൽ, എൻ്റെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അനുസരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹം ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുനഃസ്ഥാപിക്കാമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവായ ദൈവമേ, അവിടുത്തെ വചനം അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിച്ചു പോയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സകല അനുഗ്രഹവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പുനഃസ്ഥാപിച്ചു തന്നുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.